ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്കായി അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത വളർച്ചയ്ക്കായി ഏറ്റവും അധികം സഹായിച്ച ഒരു ഘടകമാണ് പത്രങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ പത്രപ്രവർത്തനം, ദേശീയ ബോധം വളർത്തുന്ന തരത്തിലുള്ള പത്രപ്രവർത്തനത്തിന് ദേശീയ പത്രപ്രവർത്തനം എന്നാണ് അതിനെ വിളിക്കുക. ഇന്ത്യയിൽ ദേശീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തി, ഇന്ത്യയിലെ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ്, ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ. എന്തുകൊണ്ടെന്നാൽ അതിനു മുമ്പും ഇന്ത്യയിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതെല്ലാം ഇംഗ്ലീഷുകാരാൽ സ്ഥാപിക്കപ്പെട്ട പത്രങ്ങളോ അല്ലെങ്കിൽ അവയുടെ ഒന്നും ലക്ഷ്യം, ആ പത്രങ്ങളുടെ ലക്ഷ്യം ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്തുക എന്നായിരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ആദ്യത്തെ പത്രം PSC ടോക്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. കേരളത്തിലെ നമ്പർ 1 ആപ്ലിക്കേഷനായ PSC ടോക്സ് ഇതാ പരീക്ഷയും കോവിഡ് സാഹചര്യവും കണക്കിലെടുത്ത് കേരളത്തിലെ മുഴുവൻ PSC ഉദ്യോഗാർത്ഥികൾക്കും ഫ്രീ ലൈവ് ക്ലാസുകൾ നൽകുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൃത്യമായി പഠിക്കുക. ഒരു സർക്കാർ ജോലി ലഭിക്കുവാൻ വേണ്ട റാങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സംവാദ് കൗമുദിയുണ്ട്. സംവാദ് ആണ് മലയാളത്തിൽ, ബംഗാളി ഭാഷയിൽ പറയുമ്പോൾ സംവാദ് അത്രേ ഉള്ളൂ. സംവാദ് കൗമുദി ഇത് ബംഗാളി ഭാഷയിലാണ്. മറ്റൊന്ന് മിറാത്ത് ഉൽ അക്ബർ. അപ്പൊ സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ, ഈ രണ്ട് പത്രങ്ങളും ആരംഭിച്ചത് രാജാ റാം മോഹൻ റോയാണ്. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലും പ്രസിദ്ധീകരിച്ചിരുന്ന പത്രങ്ങളാണ്. അപ്പം റാംമോഹൻ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സംവാദ് കൗമുദി. ഇംഗ്ലീഷ് നെയിം ദ മൂൺ ഓഫ് ഇൻ്റലിജൻസ് എന്നാണ്. മിറാത്തുൽ അക്ബർ അത് പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദ മിറർ ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ഇത്തരത്തിൽ അനേകം പത്രങ്ങൾ ഈ കാലത്ത് ദേശീയബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രചരിച്ചിരുന്നു. ബാക്കി പത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ്